നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 17 ചൊവ്വാഴ്ച. പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാർമികം. മാന്ത്രിക വിരലുകളുടെ ചക്രവർത്തിക്ക് വിട. 60 ആണ്ടിൻ്റെ തബല വിസ്മയം ഉസ്താദ് സാക്കിർ ഹുസൈൻ വിട പറഞ്ഞു. അന്ത്യം അമേരിക്കയിൽ. ഇന്ത്യയുടെ അഭിമാനം, പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നേടിയ അതുല്യ പ്രതിഭ. 6 പതിറ്റാണ്ടോളം ലോകത്തെ സംഗീതത്തിൻ്റെ മാസ്മരിക വലയത്തിലാക്കിയ മാന്ത്രിക വിരലുകൾ നിലച്ചപ്പോൾ സംഗീതലോകം വേദനയോടെ പറഞ്ഞു, അൽവിദ ഉസ്താദ്, വിട ഉസ്താദ്. വിഖ്യാത തബലവാദകൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ 73-ാം വയസ്സിൽ നമ്മോട് വേർപിരിഞ്ഞു. ഇനി താളനിബദ്ധമായ ഓർമ്മകൾ മാത്രം. അന്ത്യം ഉയർന്ന രക്തസമ്മർദ്ദവും ശ്വാസകോശ സംബന്ധമായ അസുഖത്തെയും തുടർന്ന് തിങ്കളാഴ്ച രാവിലെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിൽ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. ഞായറാഴ്ച രാത്രി തന്നെ അദ്ദേഹം മരിച്ചതായി കിംവദന്തി പടർന്നിരുന്നു. ഇന്ത്യൻ വാർത്താ പ്രക്ഷേപ മന്ത്രാലയവും വിവരം അറിയിച്ച് എക്സിൽ കുറിപ്പിട്ടു. എന്നാൽ കുടുംബം നിഷേധിച്ചതോടെ ഔദ്യോഗിക മാധ്യമങ്ങൾ അടക്കം വാർത്ത പിൻവലിച്ചു. എന്നാൽ നേരത്തെ അച്ചടിക്കേണ്ടി വന്ന മാധ്യമങ്ങളിൽ മരണവാർത്ത ഇടം പിടിച്ചിരുന്നു. വെന്റിലേറ്റർ നീക്കിയതോടെ ആ ഹൃദയതാളം നിലച്ചു. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാവിലെ 5:30 അദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് സംയുക്ത പരിശോധന കർശനമാക്കാൻ ഉന്നതതല പോലീസ് യോഗം തീരുമാനിച്ചു. അമിത വേഗത, മദ്യപിച്ച് വാഹനമോടിക്കുക, അമിത ഭാരം കയറ്റുക, അശ്രദ്ധമായി വാഹനമോടിക്കുക, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. കോളേജുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. രാഷ്ട്രീയം നിരോധിക്കുന്നത് പരിഹാരമാർഗമല്ലെന്നും ക്യാമ്പസുകളിൽ മോശം പ്രവണതയും നിയമവിരുദ്ധ പ്രവർത്തനവും തടയുകയാണ് വേണ്ടതെന്നും ഡിവിഷൻ ബെഞ്ച് അംഗങ്ങളായ ജസ്റ്റിസുമാർ എ. മുഹമ്മദ് മുഷ്താഖും പി. കൃഷ്ണകുമാറും വാക്കാൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല അറിവ് വേണം. അതിൽ അർത്ഥവത്തായി ഇടപെടണം. കോളേജുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച്. സഞ്ചാരികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഇടപെട്ട ആദിവാസി യുവാവിനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ചു. മാനന്തവാടി പയ്യമ്പള്ളി കൂടൽക്കടവ് ചെമ്മാട് ഉന്നതിയിലെ മാതനാണ് ക്രൂരതയ്ക്ക് ഇരയായത്. 49 വയസ്സ്. പരിക്കേറ്റ ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. മാനന്തവാടി പോലീസ് കാർ കസ്റ്റഡിയിൽ എടുത്തു. പ്രതികളെ തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ കർശന നടപടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ DGPക്ക് നിർദ്ദേശം നൽകി. മന്ത്രി OR കേളുവും വിഷയത്തിൽ ഇടപെട്ടു. ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് യൂണിറ്റ് SP KK മൊയ്തീൻകുട്ടിയുടെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. DYSP റെജി കുന്നുപറമ്പത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രാഥമിക അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറിലെ ചില ഭാഗങ്ങൾ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഇതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസിന്റെ നേതൃത്വത്തിൽ 6-അംഗ സമിതി രൂപീകരിച്ചതായി മന്ത്രി V. ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് കരിമ്പയിൽ സിമന്റ് ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് 4 സ്കൂൾ വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തിൽ ലോറി അമിത വേഗത്തിലായിരുന്നുവെന്ന് വിദഗ്ധ സംഘം. സ്ഥലം പരിശോധിച്ച സംഘം കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ഗതാഗത മന്ത്രി, ദേശീയപാത അതോറിറ്റി, പൊതുമരാമത്ത് അധികൃതർ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന യോഗത്തിൽ കളക്ടർ റിപ്പോർട്ട് കൈമാറും. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി BJP തൃശൂർ ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് കോടതിയിൽ രഹസ്യമൊഴി നൽകി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 6 ചാക്കുകളിലായി 9 കോടിയുടെ കുഴൽപ്പണം എത്തിച്ചെന്ന് മുൻ ഓഫീസ് സെക്രട്ടറി കൂടിയായ സതീഷ് മാധ്യമങ്ങളോട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് S. ജയന്തന് രഹസ്യമൊഴി നൽകിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായ 100 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാമെന്ന കർണാടകയുടെ വാഗ്ദാനത്തിന് നന്ദി അറിയിച്ച് കേരളം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഡിസംബർ 9 മുഖ്യമന്ത്രി പിണറായി വിജയന് വീട് നിർമ്മിക്കാമെന്ന് അറിയിച്ച് കത്തയച്ചു.
ഇതിനുള്ള മറുപടിയിൽ വിശദാംശങ്ങൾ ഉടൻ അറിയിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മുണ്ടക്കയിലെ ദുരന്തബാധിത കുടുംബങ്ങൾക്ക് 100 വീട് നിർമ്മിച്ചു നൽകാമെന്ന് കർണാടകം അറിയിച്ചിട്ടും കേരള സർക്കാർ മറുപടി നൽകിയില്ലെന്ന വാർത്ത സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസുകാർ കെട്ടിച്ചമച്ചത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേരളത്തെ കുറ്റപ്പെടുത്തിയെന്നായിരുന്നു വാർത്ത. വയനാട്ടിൽ വീട് വെച്ച് നൽകാനുള്ള സന്നദ്ധത കർണാടക മുഖ്യമന്ത്രി പരസ്യമായി പ്രകടിപ്പിച്ചത് ആഗസ്റ്റ് 3-നാണ്. അന്ന് തന്നെ നന്ദി അറിയിച്ച് സിദ്ധരാമയ്യയെ ടാഗ് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തു. അടുത്ത ദിവസം തന്നെ പുനരധിവാസ ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ ഡിസംബർ 6-നാണ് കർണാടക ചീഫ് സെക്രട്ടറി ഡോക്ടർ ശാലിനി രാജേഷിന്റെ ഔദ്യോഗിക കത്ത് കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് കിട്ടിയത്. കർണാടക മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് 9-നും. എന്നാൽ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 10-ന് കേരള മുഖ്യമന്ത്രി മറുപടി നൽകിയില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതായി വാർത്ത വന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF നേതാക്കളും വാർത്തയ്ക്ക് പിന്നാലെ രംഗത്ത് എത്തുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയെ എക്കാലവും എതിർത്തവരാണ് RSSഉം സംഘപരിവാറുമെന്ന് ഭരണഘടനയുടെ 75-ാം വാർഷികം മുൻനിർത്തിയുള്ള രാജ്യസഭയിലെ പ്രത്യേക ചർച്ചയിൽ പ്രതിപക്ഷ പാർട്ടികൾ. ദേശീയ പതാകയെയും അശോകചക്രത്തെയുമെല്ലാം എതിർത്തവരാണ് RSS നയിക്കുന്ന സംഘപരിവാറെന്നും സ്വാതന്ത്ര്യസമരത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിലകൊണ്ടവരാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. കർഷക തൊഴിലാളികൾക്കും കർഷകർക്കും കടാശ്വാസ പദ്ധതി നടപ്പാക്കണമെന്നും വിളകൾക്ക് ആദായകരമായ താങ്ങുവില ഉറപ്പാക്കണമെന്നും CPIM പഞ്ചാബ് സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. ലഹരിമരുന്നിന്റെ വിപത്തിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ഹിന്ദുത്വ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾ പിന്തുടരുന്ന BJP-RSS വാഴ്ചയ്ക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ദാവ്ളെ പറഞ്ഞു. ദക്ഷിണ കന്നഡയിലെ മസ്ജിദിനുള്ളിൽ അതിക്രമിച്ചു കയറി ജയ് ശ്രീറാം മുഴക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ കർണാടക സർക്കാർ നിലപാട് വിശദീകരിക്കണമെന്ന് സുപ്രീം കോടതി. പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ പങ്കജ് മിത്തൽ, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചിന്റെ നിർദ്ദേശം. ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ മുതലെടുത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തകരാറിലാക്കാൻ ഇരു രാജ്യങ്ങളിലെയും വർഗീയ മത മൗലികവാദ ശക്തികൾ നടത്തുന്ന വലിയ ഗൂഢാലോചന ചെറുക്കണമെന്ന് CPIM പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറഞ്ഞു. മതത്തെ രാഷ്ട്രീയവുമായി ഇഴചേർത്ത് ഈ ശക്തികൾ ബോധപൂർവം അസ്വസ്ഥത വളർത്തുകയാണ്. വിദേശ സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയും ഇവർക്കുണ്ട്. ഇതിനെതിരെ ഇരു രാജ്യങ്ങളിലെയും പുരോഗമന മതനിരപേക്ഷ കക്ഷികൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. എഡ്വിന മൗണ്ട്ബാറ്റൻ, ജയപ്രകാശ് നാരായൺ, ജഗ്ജീവൻ റാം തുടങ്ങി നിരവധി പേർക്ക് നെഹ്റു അയച്ച കത്തുകൾ മടക്കി നൽകണം എന്നാവശ്യപ്പെട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി, പഴയ നെഹ്റു മ്യൂസിയം, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന കത്തുകൾ 2008-ൽ സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് കൊണ്ടുപോയത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗുണമേന്മയുള്ള സാന്ത്വന പരിചരണം, മാലിന്യമുക്തത, നവകേരളം എന്നിവ പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാക്കാൻ രാഷ്ട്രീയ ബഹുജന പങ്കാളിത്തം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പദ്ധതികളുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം സെമിനാറിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിച്ചത് അക്കാദമിക് അറിവുകൾ പരിഗണിച്ചാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ 3 സിൻഡിക്കേറ്റ് അംഗങ്ങൾ പങ്കെടുത്തിരുന്നു. താൻ സ്ഥിരമായി സർവകലാശാലയിൽ എത്തുന്നില്ലെങ്കിലും കാര്യങ്ങൾ ഡിജിറ്റലായി നടപ്പാക്കുന്നുണ്ടെന്ന് VC വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിന് വിലക്ക്. തോന്നയ്ക്കൽ കാരമൂട് ബിഷപ്പ് പെരേര മെമ്മോറിയൽ സ്കൂളാണ് ഇത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കിയത്. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന സ്കൂൾ വാർഷികാഘോഷ ചടങ്ങ് ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ശ്രീവള്ളിപുത്തൂർ ക്ഷേത്ര പ്രവേശനത്തിൽ നിന്ന് വിലക്കിയെന്ന് വാർത്ത നിഷേധിച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ ഇളയരാജ. പ്രചരിക്കുന്നത് തെറ്റായ വാദമാണെന്നും ഇളയരാജ സമൂഹമാധ്യമമായ Xൽ കുറിച്ചു. വിരുദനഗർ ജില്ലയിലെ ശ്രീ അണ്ടാൾ ക്ഷേത്രമായ വെള്ളിപുത്തൂരിലെ പ്രത്യേക അറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇളയരാജയെ തടയുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. തുടർന്ന് ക്ഷേത്രത്തിനെതിരെ വിമർശനവുമായി നിരവധി പേർ രംഗത്ത് വന്നു. പിന്നാലെയാണ് ഇളയരാജ വിശദീകരണവുമായി രംഗത്തെത്തിയത്.
ശ്രീലങ്കയുടെ മണ്ണ് ഇന്ത്യ വിരുദ്ധതയ്ക്കായി ഇല്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാരദിസനായകയുടെ ഉറപ്പ്. ത്രിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. പലസ്തീൻ എന്നെഴുതിയ ബാഗുമായി പാർലമെന്റിലെ എത്തി പ്രിയങ്ക ഗാന്ധി. ബാഗിൽ പലസ്തീൻ ഐക്യദാർഢ്യം അറിയിച്ചുള്ള ചിഹ്നങ്ങളും ആലേഖനം ചെയ്തിരുന്നു. ഇതിനെതിരെ BJP രംഗത്ത് വന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് എന്തുകൊണ്ട് പ്രിയങ്ക സംസാരിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ചോദിച്ചു. പുതിയ മുസ്ലിം ലീഗ് ആണ് കോൺഗ്രസ് എന്ന് BJP IT സെൽ തലവൻ അമിത് മാളവ്യ പറഞ്ഞു. കേരളത്തോടുള്ള അവഗണനയ്ക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തോടുള്ള അവഗണനയ്ക്കും ഈ രാഷ്ട്രീയമാണ് കാരണം. വലിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള റൺവേ അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ നൽകാത്തതും അതിന്റെ ഭാഗമാണ്. കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.